പിന്നെ ഈഴവ സമുദായത്തിൻ്റെ ഉദ്ദേശിച്ച് നിങ്ങൾ പറഞ്ഞത് പ്രാതിനിധ്യം കൂടി. പിന്നെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശ്രീനാരായണീയൻ ആരാളുള്ളത്? ഞാൻ ഭയങ്കര ശ്രീനാരായണീയനാണ്. ഞാൻ ശിവഗിരി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സമ്മാനം കിട്ടിയത്, അത് ഗുരുദർശനത്തെക്കുറിച്ച് ഉപന്യാസം എഴുതിയതിനാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ സമ്മാനമാണ് കിട്ടിയത്. പിന്നെ എന്താ വേണ്ടത്? അദ്ദേഹം പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാൻ സൗമനസ്യം കാണിച്ച രാഷ്ട്രീയ നേതാവാണ്. ഈ UDFിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഗൈഡൻസും ഞങ്ങൾക്ക് തരുന്ന ആളാണ്. അദ്ദേഹത്തെയൊക്കെ നമ്മളങ്ങനെ കൈകാര്യം ചെയ്യാലല്ലോ. ഇല്ല, അവർ UDFിലുള്ള കക്ഷിയല്ലല്ലോ, UDFിൽ പുറത്ത് നിൽക്കുന്ന കക്ഷിയാണ്. ശരിയപ്പോ എന്തോരം നേരെ all the mics are here. All the mics are here. Everything is here, sir. You just have to read. Okay. Yeah. There's no need to tell the name. Please. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴും ഞാൻ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ 2-3 ന്യൂസിൽ കണ്ട് കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് അന്ത കറുത്ത കാറിന് കുഴപ്പം? എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കറുത്ത കാറിൽ കയറിയെന്നും പറഞ്ഞിട്ട്, അതെൻ്റെ പ്രൈവറ്റ് കാറാണ്, വേറെ സുഹൃത്തിൻ്റെയാണ്. എൻ്റെ വണ്ടി കേടായപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് എന്താ? നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ച കാർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് ഒരു പുതിയ കാറ് മേടിച്ചാൽ ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരു പുതിയ കാറ് മേടിച്ചാൽ അതൊരു റോങ് മെസ്സേജാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ, അല്ലേ? ഒരു റോങ് മെസ്സേജാണ്. പുതിയ കാറ് മേടിച്ചാൽ ആരും ഒന്നും പറയില്ല, മുഖ്യമന്ത്രി ഒരു പുതിയ കാറ്. പക്ഷെ ഒരു ഭരണ സംവിധാനത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. ഇനി 10,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും ഞാനത് ഉപയോഗിക്കും. എനിക്കത് മതിയെന്നേ. ഞാൻ ഭയങ്കര ലാളിത്യമുള്ള ആളാണെന്ന് അവകാശപ്പെടുകയല്ല. ഇത് നമ്മളെപ്പോഴും മുകളിലിരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന സന്ദേശമാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് ലാളിത്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മറിച്ച് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു 2 കാറ് ഞാൻ വന്ന് മേടിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് പോയാൽ നിങ്ങൾ ഒരു ദിവസമല്ലേ വാർത്ത എഴുതുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലും മറന്നു പോയില്ല, എനിക്ക് ആ കാറിൽ പോകാമല്ലോ. പക്ഷെ അതല്ല, അത് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ വെറുതെ ഈ പറഞ്ഞ എന്താണെന്ന് കേൾക്കാതെ കറുത്ത കാറിൽ സഞ്ചരിക്കില്ല എന്ന് പറയാൻ എനിക്കെന്താ? എന്നോടെന്താ വല്ല ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് കറുത്ത കാറിൽ സഞ്ചരിക്കരുത്? ഇന്നലെ അടിച്ചു വിടുവാണ് വാർത്ത. ഞാൻ നോക്കിയപ്പോൾ ദേ പോകുന്നു കറുത്ത കാറിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള വാർത്തയൊന്നും അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഫുൾ കോൺവോയ് വേണ്ട എന്ന് പോലീസ് ഞാൻ എസ്കോർട്ട് കൂടി വേണ്ട എന്ന് പറഞ്ഞത് സമ്മതിച്ചില്ല പോലീസ്. 3 വണ്ടി കൂടുതൽ കോൺവോയിൽ. നേരത്തെ പരാതികൾ 30-40 വണ്ടികൾ, ആംബുലൻസ്, ഒരുപാട്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയല്ല. Z+ കാറ്റഗറിയാണ് മുഖ്യമന്ത്രി, Z+ കാറ്റഗറിയാണ്. അപ്പോൾ അത് യൂണിയൻ ഗവൺമെൻറ്റും ഒക്കെ അത് ശ്രദ്ധിക്കുന്നതാണ്, അത് പറയുന്നതാണ്. പക്ഷെ ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ പൊളിറ്റിക്കൽ പശ്ചാത്തലമുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വന്നു, ഒരു 10-30-40 വണ്ടി കൂടി റോഡിൽ കൂടി പോകുന്നു. ഞാനാണ് റോഡിൽ നിന്ന് ആ കാഴ്ച കാണുന്നതെങ്കിൽ ഞാൻ എന്തു വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് ദേഷ്യം തോന്നും, എനിക്ക് നിരാശ തോന്നും, എനിക്ക് പുച്ഛം തോന്നും, എനിക്ക് പരിഹസിക്കാൻ തോന്നും, എനിക്ക് ചിരിക്കാൻ തോന്നും, വല്ലാത്ത ദേഷ്യവും വരും, ഇല്ലേ? ഇപ്പം ഞാനാണ് വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാത്ത് എൻ്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുവാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കിടക്കുവാണെങ്കിൽ 5 മിനിറ്റൊക്കെ ആവാം, അരമണിക്കൂറായില്ല, 1 മണിക്കൂറായില്ല, എവിടെയൊക്കെ പോകേണ്ട ആളല്ല, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അകത്ത് ഒരു കാറിലിരിക്കുന്ന അത്യാവശ്യത്തിന് പോകേണ്ട ഒരാളായി ഞാനൊന്ന് സങ്കല്പിച്ച് നോക്കി. അപ്പോൾ ഞാനെടുത്ത തീരുമാനമാണത്. അത് വേറെ ഞാൻ ഭയങ്കര ലാളിത്യക്കാരനാണ്, ഭയങ്കര സിമ്പിളാണ് എന്നൊന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇപ്പം നമുക്ക് അതൊക്കെ വേണം. ഇതൊന്നുമല്ല. ഞാൻ പണ്ട് ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുമ്പോൾ
അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാറിൽ വന്ന് അദ്ദേഹം ഭാര്യയായിട്ട് വന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് ഷോപ്പിങ്ങിന് പോണെ ഞാൻ കണ്ടിട്ടുണ്ട്. 15 കൊല്ലം മുമ്പാണ്. ഞാനപ്പോൾ തലയിൽ കൈവച്ചു. എന്തൊരു അത്ഭുതമാണ്. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ പോകാൻ പറ്റുന്നൊരു കാലത്തേക്ക് നമ്മുടെ കേരളം കൂടി വരട്ടെ എന്നാണ്. ഏത് വേറെ സമരവും പ്രശ്നവും തടയലും പിടിയിലും ഒക്കെയുള്ള സംസ്ഥാനമാണ് കേരളം അല്ലേ? അതൊക്കെ കൊണ്ടായിരിക്കാം മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും സംരക്ഷണവും പിന്നെ പലതരത്തിലുള്ള ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും ഒക്കെ കൊണ്ടാണ്. എനിക്ക് മുന്നിലിരുന്ന ആളുകൾ കൂടുതൽ വാഹനം ഉപയോഗിച്ച തെറ്റു പറയില്ല. അവരൊക്കെ പല സന്നിഗ്ധ ഘട്ടങ്ങൾ കയറി ആ സ്ഥാനത്ത് വന്ന ആളുകളാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ പിണറായി വിജയനെ കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ പറയില്ല അങ്ങനെ. അദ്ദേഹം ഞാൻ വന്ന സാഹചര്യത്തിൽ വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറല്ല ഞാൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എനിക്കുള്ള സ്റ്റേച്ചർ. നമ്മളത് കരുണാകരനോ AK ആൻ്റണിയോ ഉമ്മൻചാണ്ടിയോ മുഖ്യമന്ത്രി ആകുമ്പോൾ അവർക്കുള്ള സ്റ്റേച്ചറല്ല എനിക്കുള്ളത്. ഇതെല്ലാം ആലോചിച്ചിട്ടാണ്. അത് വേറെ തരത്തിൽ അത് വ്യാഖ്യാനിക്കണ്ട. നമ്മൾ നമ്പർ ഇറക്കുകയാണെന്നോ അല്ല, വേണ്ട. അത് നമ്പർ 2 ദിവസം നിൽക്കുള്ളൂ അല്ലേ? അതല്ല. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് ഉറച്ച തീരുമാനം പണ്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആകുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ല. ശരിയാണ്.